All. Welcome back to the channel Social Work Education. Today, I am going to discuss the topic sampling in research and different types of sampling techniques. What is sampling? Sampling എന്ന് പറഞ്ഞാൽ എന്താണ്? Selecting a small population from the entire thing or population is called sampling. അല്ലേ, ഒരു ചെറിയ പോപ്പുലേഷൻ സെലക്ട് ചെയ്യുക, ഒരു വലിയ പോപ്പുലേഷനിൽ നിന്ന് ഒരു ചെറിയൊരു പോപ്പുലേഷനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി സാമ്പിളിംഗ് വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു ടു ആസ് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനും രണ്ടായിട്ട് നമുക്ക് സാമ്പിളിംഗ് ടെക്നിക്കിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യം വാട്ട് ഈസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് റാൻഡം സെലക്ഷൻ അല്ലേ. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് റാൻഡമൈസേഷൻ അല്ലെങ്കിൽ റാൻഡം സെലക്ഷൻ ആണ്. ലൈക്ക് സഡൻ എലക്ഷൻ വിത്തൗട്ട് പ്ലാനിങ് ഇല്ലാതെ നടക്കുന്ന എലക്ഷനുകൾ ആൻഡ് ഒരു പ്രീ പ്ലാൻ ഇല്ലാതെ നടക്കുന്ന കാര്യങ്ങളെല്ലാമാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ ടീച്ചർ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും 5-6 കുട്ടികളോടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബട്ട് ഷി ഡിഡൻറ്റ് പ്ലാൻ ദാറ്റ് ദിസ് സ്റ്റുഡൻറ്റ് ഐ ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻ, ഇന്ന കുട്ടിയോട് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നേരത്തെ പ്രീ പ്ലാൻഡ് അല്ല. സോ എവരി സ്റ്റുഡൻറ്റ് ഹാസ് ഈക്വൽ ചാൻസ് ടു ബി സെലക്റ്റഡ്. ആരോട് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ടെൻഷനാണ്, എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് അടുത്തിരിക്കുന്ന ആളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ഷി ഹാസ് സെലക്റ്റഡ് ഓൺലി 5 or 6 സ്റ്റുഡൻസ്. ബട്ട് സെലക്ഷൻ വാസ് സഡൻ ആൻഡ് വിത്തൗട്ട് പ്ലാനിങ്. ഓക്കെ, സോ ദിസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് സഡൻ സെലക്ഷൻ വിത്തൗട്ട് പ്ലാനിങ് ആൻഡ് വിത്തൗട്ട് എ പ്രീ പ്ലാനിങ്. ഓക്കെ, സോ നൗ ലെറ്റ് us see different types of പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്ത് നമുക്ക് പല സബ് ഡിവിഷൻസും കാണാം, പല ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും കാണാം. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ടൈപ്പ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ ഈസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിമ്പിൾ അതിനകത്ത് ആ വേർഡിന് തന്നെയുണ്ട് അല്ലേ. വാട്ട് ഈസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്? എ ടീച്ചർ wants to select leaders in the class and see there are 30 students in your class, right? ബട്ട് ഷി വാണ്ട് ഓൺലി 2 ലീഡേഴ്സ്. 2 ലീഡേഴ്സിനെ മാത്രം മതി. 30 കുട്ടികളിൽ നിന്ന് 2 ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കണം. അപ്പം എന്തായിരിക്കും നോർമലി ടീച്ചർ ചെയ്യുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും പേര് എഴുതി ഒരു കുറിപ്പിൽ എഴുതി ലോട്ടിടും അല്ലേ. ഒരു പീസ് ഓഫ് പേപ്പറിൽ അത് എഴുതിയിട്ട് ഒരു ബോക്സിലിടുകയും അതിൽ നിന്ന് ടീച്ചർ സെലക്ട് ചെയ്യുകയും ചെയ്യും. 2 സ്റ്റുഡൻസിൻ്റെ പേര് സെലക്ട് ചെയ്യുകയും ചെയ്യും. സോ ഹിയർ എവരി സ്റ്റുഡൻറ്റ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ടു ബി സെലക്റ്റഡ്. 30 കുട്ടികളുടെയും പേരെഴുതി ഇടുമ്പോഴത്തേനും 30 കുട്ടികൾക്കും സെലക്ട് ആവാനായിട്ടുള്ള ഈക്വൽ ചാൻസ് ആണുള്ളത്. ബട്ട് ഷീ ഹാസ് സെലക്റ്റഡ് ഓൺലി 1 or 2 സ്റ്റുഡൻസ്. 2 പേരുടെ പേര് മാത്രമായിരിക്കും അതിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദിസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. നമുക്കതിനകത്ത് ലോട്ടറി മെത്തേഡ് അല്ലെങ്കിൽ ലക്കി ഡ്രോ മെത്തേഡൊക്കെ അതിനൊരു എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. Okay, the second type is stratified random sampling. Here, the meaning of strata എന്ന് പറഞ്ഞാൽ എന്താണ്? Subgroups അല്ലേ. So, stratified or strata means subgroups. Suppose, I want to study the health status of PG students. Okay, imagine there are 500 PG students in a college. ഒരു കോളേജിൽ 500 PG students ഉണ്ട്. So I had to make their 500 students into different groups and I need only 100 among them. 100 പേരെ മതി, 100 സാമ്പിളാണ്. സോ ഐ വിൽ ഡിവൈഡ് ദ സബ് ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദയർ ഏജ്. അവരുടെ ഏജ് അനുസരിച്ച് അപ് ടു 20 വയസ്സ് വരെ എന്നുള്ള രീതിയിൽ ഒരു സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അക്കോർഡിംഗ് ടു റിലീജിയൻ ഐ വിൽ മേക്ക് വൺ ഗ്രൂപ്പ് ദാറ്റ് ഈസ് ഹിന്ദു റിലീജിയൻ, ക്രിസ്ത്യൻ റിലീജിയൻ, മുസ്ലിം റിലീജിയൻ എന്നുള്ള രീതിയിൽ ഐ ക്യാൻ മേക്ക് സബ് ഗ്രൂപ്പ്. ആൻഡ് ഓൾസോ ഐ വിൽ മേക്ക് അനദർ ഗ്രൂപ്പ് ലൈക്ക് അക്കോർഡിംഗ് ടു ദിയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ദറ്റ് ഈസ് BPL or APL, ആ ഒരു കാറ്റഗറി, അങ്ങനെ ആ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. Okay, so we have made so many subgroups. So from these subgroups we are selecting students according to the requirements or need of the research. Okay, so dividing the subgroup and selecting from that subgroup is called stratified random sampling.
I will repeat. Dividing the subgroup and selecting from that subgroup is called stratified random sampling. Okay. So the third type of probability sampling is systematic random sampling. എന്താണ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്? നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ സാറ്റ് കളിക്കുമ്പോഴത്തേനും ആരാണ് എണ്ണേണ്ടത് എന്നറിയാനായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ടല്ലേ? 1 2 3 4 5 നമ്പർ വരുന്ന അല്ലെ 10 നമ്പർ വരുന്ന ആളാണ് എണ്ണേണ്ടത്, അല്ലെങ്കിൽ അന്യ ആൾ ഔട്ടാകും. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ കളിച്ചിട്ടില്ലേ? സോ ഹിയർ ഇപ്പം 1 2 3 4 5, സോ ദ ഫിഫ്ത്ത് പേഴ്സൺ ഈസ് ഔട്ട് ഓർ സെലക്റ്റഡ്. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടാവും. സോ സെലക്ടിങ് സിസ്റ്റമാറ്റിക്കലി, അതാണ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്ടിങ് സിസ്റ്റമാറ്റിക്കലി. ഫോർ എക്സാമ്പിൾ, സപ്പോസ് 100 സ്റ്റുഡൻസ് ആർ ദർ ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് 100 ആൻഡ് വി നീഡ് ഓൺലി 10 സ്റ്റുഡൻസ് ഫ്രം ദാറ്റ്. റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് 10 കുട്ടികളെ മാത്രമേ ആവശ്യമുള്ളൂ. സോ യു ഹാവ് ടു ജസ്റ്റ് ഡിവൈഡ് 100 by 10. Okay, so the total number divide with sample size. See, the total number divide. Here the total number is what? 100, and the sample size which we need is 10. So we needs to divide the total number with the sample size. 100 divided by 10. You need only 10. So the answer will be 10. So you are selecting every 10th person. From the 100 students, you are selecting every 10th person. That means you will start to count. എൻ്റെ ഒപ്പം കൗണ്ട് ചെയ്ത് നിങ്ങൾ നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10. So here we are selecting the 10th person. Okay, so then again we are counting 11 12 13 14 15 16 17 18 19 20. ഇവിടെയും നമ്മൾ 20ാമത് വന്ന ആളെ നമ്മൾ സെലക്ട് ചെയ്യാണ്. Again we are counting. 30 എടുത്തു, 40 എടുത്തു, 50 എടുത്തു, 60 എടുത്തു. ഈ 60ാമത് വരുന്ന ആൾ, 70ാമത് വരുന്ന ആൾ, 80ാമത് വരുന്ന ആൾ, വി ആർ സെലക്ടിങ് എവറി 10th person. Okay, so likewise you are selecting systematically, and that is systematic random sampling. Is it clear? So the next fourth type of probability sampling is cluster sampling or multi-state sampling. Cluster or multi-state sampling. See, what is meant by this cluster sampling? Cluster sampling എന്ന് പറഞ്ഞാൽ എന്താണ്? Cluster means you are dividing the area, right? That is, if the area is very big, suppose ഇന്ത്യ മൊത്തം, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ മൊത്തം, സപ്പോസ് യു വാണ്ട് ടു സ്റ്റഡി ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എമംഗ് ദ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ. So as it is a big country, it is difficult to a person to cover the entire Indian high school. So you will divide the areas, cities of India. ആ ഒരു രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. വില്ലേജസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഡിസ്ട്രിക്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. So you divided, you are clustered the area. From that area you are selecting some schools, and from that schools you are selecting the sample and you are conducting the study. So this method is used when there is the area or the geographical area is very large. We are using this method. If the geographical area or our study area is very large, we are using this method of cluster sampling or multi-state sampling. Okay. Just now we are moving to non-probability sampling techniques. Okay, so this non-probability sampling techniques are just opposite to probability sampling techniques. That is, there is no random selection. There is no random selection. There is no sudden selection and pre-planning. So the samples are selected by choice, not by chance. The samples are selected by choice, not by chance. For example, if a teacher, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. If a teacher is coming to the class, she started asking question, and here what the teacher is doing is, teacher is already planned ഔട്ട് ഓഫ് 30 സ്റ്റുഡൻസ്. എനിക്ക് മേഘയോട് ക്വസ്റ്റ്യൻ ചോദിക്കണം, എനിക്ക് ഷിറോണയുടെ ക്വസ്റ്റ്യൻ ചോദിക്കണം, എനിക്ക് ഡിക്സിയോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. സോ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ദി സ്റ്റുഡൻസ് ഓർ ദാറ്റ് സ്റ്റുഡൻസ് she will plan earlier. So teacher has already planned, so there is no random selection.
നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. ഇന്ന ആളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം, ഡാനിയോട് ക്വസ്റ്റ്യൻ ചോദിക്കണം, ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വരുന്നതുകൊണ്ട് സോ ദർ ഈസ് നോ റാൻഡം സെലക്ഷൻ. ദിസ് ഈസ് ഓൾസോ കോൾഡ് നോൺ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്. Non-probability sampling technique is also known as non-random sampling technique. So randomization is absent here in this non-probability sampling. ഇനി നമുക്ക് ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലും പല സബ് ഡിവിഷൻസ് ഉണ്ടാവുമല്ലോ, പല ക്ലാസിഫിക്കേഷൻസ് ലൈക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പം അതേതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. വാട്ട് ഈസ് ദിസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്? Simply we can see easily availability of the sample or easily available. Okay, so if a person is conducting a research regarding the old age people, we know we will get so many old age people from ഡിഫറെൻറ്റ് പ്ലേസസ്, റൈറ്റ്? നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ അയൽവക്കത്തു നിന്നൊക്കെ നമുക്ക് പ്രായമായിട്ടുള്ള ആളുകളെ കിട്ടും. ബട്ട് ദർ ഈസ് എ പാർക്ക് നിയർ ബൈ ഹിസ് ഹൗസ്. സോ എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ കുറച്ച് പ്രായമായവർ അതുവഴി നടക്കാനും അല്ലെങ്കിൽ വിശ്രമിക്കാനായിട്ടും സംസാരിച്ചിരിക്കാനായിട്ടൊക്കെ വരാറുണ്ട്. സോ ഹിയർ എന്താണോ കുറേ ആളുകൾ ഒന്നിച്ച് വരുന്നത് കൊണ്ട് ദ റിസർച്ചർ എന്ത് ചിന്തിച്ചു? The researcher is selecting that park as the most convenient place to select sample. So easy availability of sample. So this is the most convenient place for the researcher rather than selecting sample from a far place or എന്താണ് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി സാമ്പിൾ എടുക്കുന്നതിലും അല്ലെങ്കിൽ ഇത്തിരി ദൂരെ പോയി സാമ്പിൾ എടുക്കുന്നതിലും അല്ലെങ്കിൽ കുറേ കൂടെ കൺവീനിയൻ്റ് ആണ്, അല്ലെങ്കിൽ കുറേ കൂടെ എളുപ്പമാണ്, അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്. സോ ദാറ്റ് ഈസ് convenient sampling. And the second one is purposive sampling. Second type of non-probability sampling is purposive sampling. So here purposive sampling means the researcher select sample with some specific purpose. ചില സ്പെസിഫിക് പർപ്പസ് ബേസ് ചെയ്തിട്ടാണ് റിസർച്ചർ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. Okay, so if I select the person, it will be more benefit to my study than selecting another person. ഒരാളെ ഞാൻ സെലക്ട് ചെയ്യാണ് ആ സാമ്പിൾ. സോ I think that this person is more beneficial for me than identifying or selecting another person. For example, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, if a researcher in studying regarding the effect of smoking in lung cancer, so he decided or selected purposely smokers as his sample. സ്മോക്കേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. അതർ ഗ്രൂപ്പിനെ എടുക്കുകയാണെങ്കിൽ അതെന്താണ്? നോ യൂസ് അല്ലേ? ദ പേഴ്സൺ ഹു ഈസ് യൂസിങ് സിഗരറ്റ് ഈസ് ടേക്കിംഗ് ആ സാമ്പിൾ ആൻഡ് ഹി വിൽ സെലക്ട് നോൺ സ്മോക്കേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റഡിയിൽ ദർ ഈസ് നോ യൂസ് അല്ലേ? സോ പർപ്പസ്ഫുള്ളി ദ റിസർച്ചർ ഈസ് സെലക്ടിങ് സ്മോക്കേഴ്സ് ആസ് എ സാമ്പിൾ. ദാറ്റ് ഈസ് പർപ്പസീവ് സാമ്പിളിംഗ്. Okay, so the third type of sampling is quota sampling. QUOTA, quota sampling. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട എന്ന് പറയുന്ന ഒരു ടേം ഫെമിലിയർ ആയിരിക്കും അല്ലേ? മീൻസ് കോട്ട മീൻസ് വാട്ട്? മീൻസ് എ ഫിക്സഡ് ഷെയർ ഓർ എ റിസർവേഷൻ അല്ലേ? ഫോർ അഡ്മിഷൻ നിങ്ങൾ കോട്ട കേട്ടിട്ടുണ്ടായിരിക്കും, മാനേജ്മെൻറ്റ് കോട്ട അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോ ചിലപ്പം ആർമിക്കാരുടെ കോട്ടയുണ്ട്, അങ്ങനെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കോട്ടയുണ്ട്. അപ്പം കോട്ട എന്ന് പറയുന്നത് ആ ഒരു ടേം ഈസ് സിമിലർ ടു യു. യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് you are familiar with that term. What is quota? For example, I want to select 100 students from K college, from our college. So I am fixing the quota. I am reserving according to the gender. Female quota 50%. So I need 100 samples. Okay, so the female quota is 50%. So I will select 50 student females only. Okay, so I have to select 50 females because the quota is 50%. So you can select according to the religion also, like Hindu, Christian, Muslim, as you wish. Or regarding the economic criteria that we already discussed as BPL or APL. Regarding the age also you can select. So there is a similarity between quota and stratified sampling. You may be little bit confused. Okay, but here is no random technique. Here this quota sampling comes under non-probability technique, and here is no random selection, no random technique. So it is coming under non-probability sampling, and already planned, and with planning they selecting. So here we can see some kind of planning. And the last type of sampling in
Non-probability technique is snowball sampling. Snowball sampling. If the sample is very difficult to get, that is a drug addicted person who is using brown sugar, it will be very difficult to get a person who is using brown sugar, for example. So there is no easy availability, so it is very difficult to get. So what the researcher will do, if it is difficult to get the sample, what the researcher will do, എന്ത് ചെയ്യും? The researcher will find a person, ഏതെങ്കിലും ഈ ഒരു എന്താണ് സ്റ്റഡി ഏരിയയിൽ വരുന്ന ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യും. And the researcher is finding one person, and now the researcher is selecting this person to refer another, or ask this person to refer another person. ഈ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ആളോട് പറയും എനിക്ക് ഒരാളെ വേറൊരാളെ കൂടെ റെഫർ ചെയ്ത് തരാനായിട്ട് പറയും. ഓക്കെ, എഗെയിൻ എന്താണ് ആ സെക്കൻഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആളോട് പറയും എനിക്ക് വേറൊരാളെ കൂടെ റെഫർ ചെയ്ത് തരാനായിട്ട് പറയും, അയാളുടെ ഫ്രണ്ടിനെ. എഗെയിൻ ദ റിസർച്ചർ വിൽ ആസ്ക് ദ പേഴ്സൺ ടു റെഫർ അനദർ പേഴ്സൺ. സോ ലൈക്ക് ദിസ് ഇൻ എ ചെയിൻ മാനർ. നമ്മൾ ചില പ്രോഗ്രാംസ്, ചില പോളിസീസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഒരാളെ ചേർത്താൽ വീണ്ടും ഒരാളെ കൂടെ ചേർക്കുക, അയാൾ വീണ്ടും ഒരാളെ ചേർക്കുക, ആ ഒരു രീതിയിൽ. ലൈക്ക് ഇൻ എ ചെയിൻ മാനർ ഇറ്റ് വിൽ ഗോ. Okay, so researcher will find person that is difficult to get and tell that person to refer another one. Then the second person will refer another one, and the third person will refer another one. That is snowball sampling. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അയാളോട് പറയും ഒരാളെ റെഫർ ചെയ്യാനായിട്ട് പറയും. ആ സെക്കൻഡ് റെഫർ ചെയ്ത് വരുന്ന ആളോട് പറയും വീണ്ടും ഒരാളെ റെഫർ ചെയ്യാനായിട്ട് പറയും. സോ ലൈക്ക് വൈസ് ഇറ്റ് വിൽ ഗോ. So it is very difficult to get you how to use this snowball sampling. So these are the 4 methods which comes under non-probability sampling. And here in this probability sampling we have seen simple random sampling, that is the first one, and secondly we have seen stratified random sampling, and as third point we have seen systematic random sampling method, and also we have seen cluster sampling. These are the 4 sampling techniques which comes under probability sampling method. ഓക്കെ, ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ കാണുന്ന ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ഇസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ്ലി വി ഹാവ് സീൻ പർപ്പസീവ് സാമ്പിളിംഗ്, തേർഡ് ക്വാട്ട സാമ്പിളിംഗ്, ആൻഡ് ലാസ്റ്റ് സ്നോബോൾ സാമ്പിളിംഗ്. Okay, so these are the different types of sampling under probability and non-probability sampling. Thank you.